മലയാള സിനിമകളുടെ ബുക്കിംഗ് ബഹിഷ്കരിച്ച് PVR ഡിജിറ്റൽ കോണ്ടന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് നടപടിക്ക് പിന്നിൽ. ഇതോടെ വിഷു റിലീസ് ചിത്രങ്ങളൊന്നും PVRൽ പ്രദർശിപ്പിക്കില്ല എന്ന് ഉറപ്പായി. ഡിജിറ്റൽ കണ്ടന്റ് മാസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന എടുത്ത നിലപാടിനെ തുടർന്നാണ് ഇപ്പോൾ തർക്കം ഉടലെടുത്തിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കുന്ന മലയാള സിനിമകളുടെ ഡിജിറ്റൽ കണ്ടന്റ് മാസ്റ്ററിംഗ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് UFO, ക്യൂബ തുടങ്ങിയ കമ്പനികളായിരുന്നു. എന്നാൽ ഇത്തരം കമ്പനികൾ ഉയർന്ന ചാർജ് ഈടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളുടെ സംഘടന സ്വന്തം സംവിധാനം വഴി മാസ്റ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചിരുന്നു. പുതിയ തിയേറ്ററുകളിൽ ഈ സംവിധാനം ഉപയോഗിക്കണമെന്നും നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യമുന്നയിച്ചിരുന്നു. പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കണ്ടന്റ് എന്ന സംവിധാനം വഴി കുറഞ്ഞ ചിലവിൽ തിയേറ്ററുകളിൽ സിനിമ എത്തിക്കാമെന്നിരിക്കെ കൂടുതൽ ഫീസ് കൊടുത്ത് സിനിമ എത്തിക്കുന്നതിന്റെ ആവശ്യം ചോദ്യം ചെയ്താണ് നിർമ്മാതാക്കളുടെ സംഘടന പുതിയ സംവിധാനത്തിനായി ശ്രമിച്ചത്. എന്നാൽ PVR അടക്കമുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഇന്ത്യ മുഴുവൻ ആശ്രയിക്കുന്നത് ക്യൂബ്, UFO തുടങ്ങിയ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർമാരെയാണ്. കഴിഞ്ഞ ദിവസം ഫോറം മാളിൽ PVR തുടങ്ങിയ പുതിയ തിയേറ്ററുകളിലും ഈ സംവിധാനം കൊണ്ടുവരാൻ നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടത് തർക്കത്തിന് വഴിവെച്ചു. ഇത് സംബന്ധിച്ച ചർച്ചകളിലും പരിഹാരം കണ്ടില്ല. തുടർന്നാണ് മുഴുവൻ സ്ക്രീനുകളിലെയും മലയാള സിനിമകളുടെ ബുക്കിംഗ് ബഹിഷ്കരിക്കാൻ PVR തീരുമാനിക്കുന്നത്. ഫോറം മാളിൽ പുതിയതായി ആരംഭിച്ച PVR ഐനോക്സിലും പുതിയ മലയാള ചിത്രങ്ങൾ റിലീസിനെത്തില്ല. ഫഹദ് ഫാസിലിന്റെ ആവേശം, വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം, ഉണ്ണിമുകുന്ദന്റെ ജയ് ഗണേഷ് തുടങ്ങിയ ചിത്രങ്ങളാണ് പുതിയതായി റിലീസായിട്ടുള്ളത്. എന്നാൽ കേരളത്തിൽ ഒരിടത്തും PVRൽ ഈ സിനിമകളുടെ പ്രദർശനം ഉണ്ടാകില്ല. മലയാള സിനിമയുടെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന നിലപാടാണ് PVRന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ആരോപണമുണ്ട്. ജനം, കൊച്ചി.